ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടോ? கொஞ்சம். കൊഞ്ചം. என்னாச்சுன்னா நான் நியூ இயர் செலிப்ரேட் பண்ண அன்னைக்கு அப்பா திட்டினா. எதுக்கு? 12-1க்கு அப்பா திட்டினா. ஏன் தெரியல, மேபி நான் சாக்லேட் ஒரு க்ரீம் மாத்திரம் எடுத்து தந்ததுனால. ஸோ 12 o'clock நாங்க கேக் கட் பண்ணோம். 12-1க்கு அப்பாவோட திட்டு கிடைச்சது. அப்போ ரெசல்யூஷன் நல்லா இருக்கும்னு அர்த்தம். ആദ്യം തന്നെ എല്ലാം പൊളിഞ്ഞു കൈയായി. അതെ, കുട്ടികളായ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ തോന്നി. அதுக்கு மேல ஒரு ஹாப்பி நியூ இயர் சொல்லிட்டு ஒரு ஹார்ட் மாதிரி அந்த சாக்லேட்ல மோல்டு பண்ண மாதிரி ஒன்று இருந்தது. அப்போ அது மாத்திரமா நான் எடுத்து കഴിച്ചேன். സോ அதுக்கு ഇതെല്ലാം തിട്ടലാമാ അപ്പാ? അത് കുറച്ച് ധൃതിയാ, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ആ ചോക്ലേറ്റിലുള്ള ഹാപ്പി ന്യൂ ഇയർ ഹാർട്ട് എടുത്ത് തിന്നുള്ള ധൃതി. എന്നെയാണോ ചീത്ത പറയണേന്നൊരു സംശയം. അത് 12-1 തന്നെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ. ചീത്ത പറയുമ്പോ ടൈമൊക്കെ നോക്കും. അതെ, ന്യൂ ഇയർ ആയോണ്ടേ അവളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക 12-1. മീനൂസ് എന്നാ சொன்னா தெரியுமா? உன்னை എന്താ ഞാൻ വിളിച്ചത്? സിംഗം കുട്ടിയാ അല്ലേ? സിംഗക്കുട്ടി. സിംഗക്കുട്ടിക്ക് നീല കളറാ? ഇത് നീലസിംഗം. നീലസിംഗം, ബ്ലൂ സിംഗം. പച്ചയായ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു നീലസിംഗം. ഞാനെപ്പോഴും അലകിയടോ പച്ച വെള്ളം എന്ന് പറഞ്ഞു. വെള്ളത്തിന് പച്ച കളറല്ല. അപ്പൊ എനിക്കൊന്ന് മറയില്ലാത്ത പച്ചയായ പച്ച എന്ന് പറയുന്നത് പൊതുവെ നേച്ചറിനോട് അടുത്ത് ചിലപ്പോ അതായിരിക്കും. ഞാനും ആ ക്വസ്റ്റ്യൻ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ കുറെ പേരുടെ അടുത്ത് ചോദിച്ചു അതെന്താ പച്ച വെള്ളം, പച്ചയായ മനുഷ്യൻ, അങ്ങനെ നല്ലതിന് പറയുമ്പോ നമ്മൾ എപ്പോഴും പച്ചയായ മനുഷ്യയാണോ? അതെനിക്കറിയില്ല പൂർണ്ണമായും. ഇന്ന് ഓറഞ്ച് മനുഷ്യയാണ്. ഇന്ന് ഓറഞ്ച് മനുഷ്യയാണ്. ഓറഞ്ച് മനുഷ്യയാണ്. എന്നാ சொல்றது? ആര്? അമ്പത്തൂർ ന്യൂസ്. അമ്പത്തൂർക്ക് ഞാൻ പോറതേ ഇല്ലേ. എന്നത് ഇവിടെയാണ് ഞാൻ പോറതേ വേണമേ പോണമേ. കൊഞ്ചം പോയിട്ട് വരുവേൻ. அப்போ நான் ஸ்கூலுக்கு போக மாட்டேன். ஸ்கூல் இஷ்டமில்ல? ரொம்ப பிடிக்கும். அங்க நான் போறதே ஃப்ரெண்ட்ஸை பாக்குறதுக்கு தான். சரி, பெஸ்ட் ஃப்ரெண்ட் யாரு? எனக்கு பெஸ்ட் ஃப்ரெண்ட் இல்லவே இல்லை. எல்லாருமே என்னோட க்ளோஸ் ஃப்ரெண்ட்ஸ் ஆக்கும். இப்போ மெயினா சொல்லணும்னா மைத்திலியும் தீக்ஷிதாவும், இன்னொரு பெஸ்ட் ஃப்ரெண்டும் இருக்கா மோக்ஷிகா. ஓகே, இங்கே பெஸ்ட் ஃப்ரெண்ட்ஸ் யாரு? ഇങ്ങ എല്ലാരും എന്നോട് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഒരു രണ്ടാളെ പറയണം. ജുവൽ, പിന്നെ പാർത്ഥിവ്. കുട്ടുമണി അല്ല, നല്ല ഫ്രണ്ടാ. നല്ല ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആക്കാം. പേസിക്കൊണ്ടേ ഇരിക്കുമല്ലേ അവൻ. അത് ഇഷ്ടമാ. അത് അവനോട് ഉണ്ണിയണ്ണ എന്റെ തമിഴ് ശരിയാ, വരുന്നേ ഉള്ളൂ, പുറത്തേക്ക് അങ്ങനെ അങ്ങ് വരുന്നില്ല. അതാ അവനോട് ലാഫൊക്കെ ഭയങ്കര സ്വീറ്റ് ആക്കും. അവൻ ഏതോ ബുള്ളറ്റ് ഓട്ടർ മാതിരി ചിരിച്ചിട്ടേ ഇരുവൻ. ஜுவல் வந்து பிரெஞ்சு மட்டும் தான் பேசும் இல்ல? அது கொஞ்ச நேரம் அப்படியெல்லாம் பேசுவாள். ஏன்னா நான் இருக்கிறது தான் அவளுக்கு ഫ്രീ ടൈം കിടക്കുന്ന ചൊല്ലുവാൾ. ആനാ பார்த்தா അവൾ ടാബില് ഡുവലിംഗ് എടുത്ത് ഫ്രഞ്ച് പഠിച്ചിട്ട് அப்படிதான் இருப்பாள். ശരി, റൈക്ക ബേബി മലയാളത്തിൽ എന്ത് പഠിച്ചു ഇത്രയും ദിവസമായിട്ട്? മലയാളത്തിൽ റൈക്ക ബേബി മലയാളം നന്നായി മിണ്ടും എന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും ഇവിടെ വന്നിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്താ പഠിച്ചോ? സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ഈ പാട്ടില് ഭയങ്കര ട്രിക്കിயான വേർഡ്സ് ഒക്കെ ഉണ്ട്. സോ അമ്പിളി കൊമ്പത്തെ പൊന്നൂഞ്ഞാലിൽ ആ ഞാ പഠിച്ചു. അതിപ്പോ ഞാൻ എന്ന് പറയണ ഞാൻ വേണ്ടേ? കുറച്ച് അങ്ങനെയാ പറഞ്ഞത്. அதுக்கப்புறம் அக்ருமாசன் ஞா சொல்லிட்டு சொல்லி தந்தா. அப்ப இப்ப கரெக்ட்டா ஞா வந்திருக்கு. பரவாயில்லை. Thank you.